ഓക്കെ, 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വാങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഒട്ടുമിക്ക പേരും ഫോണുകൾ ചൂസ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് 25,000-നും 30,000-നും ഇടയിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേര് റോങ് ആയിട്ടുള്ള ഫോൺ ചൂസ് ചെയ്യുന്നതും ഇതേ പ്രൈസ് റേഞ്ചാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 6ഓളം ഫോണുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യല്ലേ? സോ ദിസ് ഈസ് മി വിക്കി. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഈ ഒരു പ്രൈസ് കാറ്റഗറി ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് മോട്ടോയുടെ എഡ്ജ് 70 ആണ്. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള അവരുടെ പുതിയൊരു മോഡലാണ്. ഒരു ലൈറ്റ് വെയിറ്റ് ഡിസൈനിൽ ഒരു ഓവറോൾ നല്ലൊരു ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മോട്ടോയുടെ ഫോണുകളിൽ വെച്ചിട്ട് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. നോർമലി മോട്ടോറോള ഫോണുകളിൽ യൂസ് ചെയ്യാറുള്ളത് മീഡിയടെക്കിൻ്റെ ചിപ്സെറ്റാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ അവർ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 5000 mAh ബാറ്ററി, 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 50+50 ആണ് ബാക്ക് ക്യാമറ കൊടുത്തിട്ടുള്ളത്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ മോട്ടോ ഫോണുകളിലൊക്കെ ഇപ്പോൾ വരുന്ന മോട്ടോ AI, അതുപോലെ തന്നെ IP68, 69 പോലുള്ള വാട്ടർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ഡിസൈനിൽ ഒരു ഓവറോൾ ഗുഡ് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ മോട്ടോയുടെ എഡ്ജ് 70 നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത്. പിന്നെ മോട്ടോ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ കുറേ കാലത്തേക്ക് വാഗ്ദാനം തരുന്നല്ലാതെ കാര്യമായിട്ട് കിട്ടാറൊന്നുമില്ല. സോ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ഫോൺ ചൂസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മളൊരു വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഒരു റിയൽമിയുടെ GT70 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഇത് ഒരു 35,000 പ്രൈസ് റേഞ്ചിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. നല്ലൊരു ഫോണാണ് കേട്ടോ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയടെക് ഡയമൻസിറ്റി 8400 ആണ് ചൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. കൂടാതെ 50+50+32 മെഗാപിക്സലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ 7000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ IP68, 69 പോലുള്ള വാട്ടർ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേസമയം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഗെയിമിങ്ങിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം 360 ഡിഗ്രി കൂളിംഗ് ഒക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് കേട്ടോ. സോ ഒരു ഓവർ ഹീറ്റിംഗ് ഒന്നും ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇനി അടുത്ത ഫോണിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ പറയുന്ന ഫോണുകളിൽ ഏതെങ്കിലും ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇനി അത് വാങ്ങാൻ പോകുന്നവർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറി ഒട്ടുമിക്ക പേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗെയിമിങ്. അണ്ടർ 30,000 പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഐക്യൂവിൻ്റെ Neo 10 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. നോർമൽ ഐക്യൂ ഫോണുകളെ പോലെ തന്നെ ഈ ഒരു ഫോണും നല്ല കിഡിലെ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 4 ആണ്. ഇനി ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ള ഒരു 144 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. കൂടാതെ 7000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ റിയർ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് 50 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. സോ ക്യാമറ പെർഫോമൻസ് അത്രയും ഗ്രേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ പ്യുവർലി ഒരു ഗെയിമിംഗ് ഡിവൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഐക്യൂവിൻ്റെ Neo 10 കേട്ടോ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു ഫോൺ കൂടി ഉണ്ട്, ഐക്യൂവിൻ്റെ Neo 11. ഈ വർഷത്തെ അവരുടെ മോഡൽ വരുന്നുണ്ട്. ഓൾറെഡി ഇത് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് സ്പെക്കും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 30,000. ഒരുപാട് പേരാണ് കമൻറ്റിലായിട്ട് ചോദിക്കുന്നത് 30,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണെന്നുള്ളത്. ഇതിൽ ഞാൻ ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നത് മോട്ടോറോയുടെ കഴിഞ്ഞ വർഷത്തെ മോഡലായിട്ടുള്ള മോട്ടോറോയുടെ എഡ്ജ് 60 Pro എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞുതരാം. 6.7 ഇഞ്ച് വരുന്ന ഒരു 1.5K റെസൊല്യൂഷനുള്ള POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. മീഡിയടെക് ഡയമൻസിറ്റി 8350 എക്സ്ട്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. പിന്നെ 50+50+10 മെഗാപിക്സലാണ് റിയൽ ക്യാമറ വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ 6000 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ നോർമലി മോട്ടോ ഫോണുകളിൽ കണ്ടുവരുന്ന പോലെ തന്നെ IP68, 69 പോലുള്ള വാട്ടർ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുള്ള ഒരു ഫോണാണ് ഈ മോട്ടോയുടെ എഡ്ജ് 60 Pro. അത് മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി ഒരു മോട്ടോയുടെ ഫോൺ നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇതേ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് നത്തിങ് ഫോൺ 3A Pro എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കഴിഞ്ഞ വർഷത്തെ മോഡൽ. നല്ല ക്യാമറ ഔട്ട്പുട്ടാണ് ആ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അത് മാത്രമല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് നത്തിങ് ഫോണിൽ കിട്ടുന്നതാണ്. പിന്നെ അവരുടെ ഈ വർഷത്തെ മോഡലായിട്ടുള്ള നത്തിങ് ഫോൺ 4A Pro ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏതാണ്ട് 40,000 ആണ്. ബഡ്ജറ്റ് അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 3A Pro ആയാലും മതി. ഓക്കെ, അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഈ ഒരു സീരീസിലെ ലാസ്റ്റത്തെ
വീഡിയോ ആണിത്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള 3 വീഡിയോകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അണ്ടർ 50,000, അണ്ടർ 20,000, ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് അണ്ടർ 30,000. സോ ഈ ഒരു സീരീസ് ഇവിടെ കഴിയാണ്. ഇനി ഏതെങ്കിലും പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഫോണുകൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്കത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാൻ പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് വീണ്ടും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ് പറയാൻ പോകുന്നത്. പോക്കോയിൽ നിന്നാണ്. പോക്കോയുടെ F7 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 6.83 ഇഞ്ച് വരുന്നത് 1.5Kയുടെ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 4 ആണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+8+20 ആണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. പിന്നെ ഇതിലും 7550 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഐക്യു ഫോണിൽ പറഞ്ഞ പോലെ തന്നെ ക്യാമറ സെറ്റപ്പ് അത്രയും വലിയ ഗ്രേറ്റ് ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണായിട്ട് നിങ്ങളിത് കാണരുത്. പ്യൂർലി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണായിട്ട് മാത്രം കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ഫോണിൽ IP69 പോലുള്ള വാട്ടർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഡോൾബി വിഷൻ വരുന്നുണ്ട്, Wi-Fi 7 വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു മെറ്റൽ ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനിലാണ്. സോ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. അത് മാത്രമല്ല ഈ ഓഫർ ടൈം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഡിസ്കൗണ്ട് കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ പോക്കോയുടെ F7 ആണ്. പിന്നെ ഈ ഫോൺ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ ഫോണുകളും മാക്സിമം നിങ്ങൾ ഓഫർ ടൈമിൽ മാത്രം വാങ്ങാൻ ശ്രമിക്കട്ടോ. ഓൾറെഡി പ്രൈസ് ഹൈക്കിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സോ അത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫർ ടൈമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫോൺ ഓവറോൾ ഒരു ഗുഡ് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. വളരെ അണ്ടർറേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു ഫോണാണ്. OnePlusന്റെ Nord 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 6.83 ഇഞ്ച് വരുന്ന ഒരു 1.5Kയുടെ LTPS ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 50+8+50 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പാണ് ടോട്ടലി വരുന്നത്. പിന്നെ 6800 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ ഡ്രോബാക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് IP65 വരെയുള്ള വാട്ടർ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഫോൺ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തീർന്നു. പിന്നെ ഈ ഒരു ഫോൺ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. ഇതിൽ NFC സപ്പോർട്ടറാണ്. അതുപോലെ തന്നെ പ്ലസ് കീ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടാതെ OnePlusന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ OnePlusന്റെ ആണ്. OnePlusന്റെ ഓക്സിജനൈസ് ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. അധികം ബഗ്ഗും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആഡും കാര്യങ്ങളും ഒന്നും വരത്തില്ല. സോ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഓവറോൾ ഒരു ഗുഡ് ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ 30,000 രൂപ താഴെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഇത്രയും ഫോണുകളാണ്. ഇത് കൂടാതെ ഏതെങ്കിലുമൊക്കെ ഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മി വിക്കി. ബൈ.